ഓരോ തവണയും ലോകകപ്പ് വരുന്നത് ഓരോരോ കൗതുകങ്ങളുമായിട്ടാണ്. ഇത്തവണയും അതിന് യാതൊരു മാറ്റവുമില്ല. പുതിയ കൗതുകങ്ങൾ ഈ 2026 ലോകകപ്പിലുണ്ട്. ഇത്തവണ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിക്കുന്ന താരങ്ങൾ തങ്ങളുടെ ജേഴ്സിയിൽ ഒരു സ്പെഷ്യൽ ബാഡ്ജ് ധരിക്കാൻ പോവുകയാണ്. ഫിഫ വരാൻ പോകുന്ന ജനറേഷനിലെ സൂപ്പർ താരങ്ങളെ വളർത്തിയെടുക്കുന്നതിൻ്റെ പ്രചോദനാത്മകമായിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ബാഡ്ജ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് താരങ്ങൾക്കിടയിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കാൻ കാരണമാകും എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഇതിനെതിരെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മൾ വേൾഡ് കപ്പ് വേവിലേക്കൊക്കെ പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ഫുട്ബോളും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ കുറച്ച് ആക്റ്റീവായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വേൾഡ് കപ്പ് വരവാണ്. സോ വേൾഡ് കപ്പ് കോണ്ടന്റും നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വരാൻ പോകുന്ന തലമുറയിലെ സൂപ്പർ താരങ്ങളെ വളർത്തിയെടുക്കുന്നതിനുള്ള പ്രചോദനാത്മകവുമായി തങ്ങളുടെ ജേഴ്സിയിൽ ഈ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിക്കുന്ന താരങ്ങൾ യമാലിനെ പോലെയുള്ള താരങ്ങൾ കുറിക്കേണ്ടി വരും. കാരണം അവരുടെ ആദ്യത്തെ വേൾഡ് കപ്പാണിത്. എംബാപ്പെ പോലെയുള്ള താരങ്ങൾ ആദ്യം വന്ന് കിരീടം നേടിയ കഥകളൊക്കെ ഇവിടെ പറയാനുണ്ട്. ഏതായാലും അരങ്ങേറ്റം കുറിക്കുന്ന താരങ്ങളെ മറ്റു താരങ്ങളെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ ഈ ഒരു ബാഡ്ജ് കാരണമാകും എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ പോലും പുതിയ തലമുറയിലെ സൂപ്പർ താരങ്ങൾക്ക് വളർന്നു വരാനുള്ള പ്രചോദനമായി മാറും ഈ ഒരു ബാഡ്ജിങ് സിസ്റ്റം എന്നാണ് ഫിഫ വിശ്വസിക്കുന്നത്. അപ്പം എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്തതിനെക്കുറിച്ച്.